ഹായ്. അപ്പോൾ ഇന്ന് സൗഹൃദങ്ങളെ പറ്റി സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സംഭവത്തിനെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലരുടെയും ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സുഹൃത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്താൽ, നമ്മുടെ ഒപ്പമുള്ള ഒരാൾക്ക് വേണ്ടി ഒരു ആക്ടിവിറ്റി ചെയ്തു കൊടുത്താൽ അത് തിരിച്ച് കിട്ടണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അയാളുടെ സുഹൃത്തല്ല. നിങ്ങളൊരു സാധാരണ ഒരു കച്ചവടം നടത്തുന്ന ഒരാളും ആ ഒരു കച്ചവടത്തിന് കൺസ്യൂമറായിട്ട് വരുന്ന ആളും തമ്മിലുള്ള ബന്ധം മാത്രമേ നിങ്ങൾ തമ്മിലുള്ളൂ. അല്ലാതെ അവിടെ ഫ്രണ്ട്ഷിപ്പ് എന്നൊരു ആക്ടിവിറ്റി ഇല്ല. പൊതുവായി പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട് സൗഹൃദത്തെപ്പറ്റി. അതായത് ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സ് അല്ലേ എന്ന് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ചോദിക്കും എന്നോട്. ആണ്, തീർച്ചയായും ആണ്. അവിടെ ഗിവ് ആൻഡ് ടേക്ക് സംഭവിക്കുന്നത് സ്നേഹത്തിനാണ്. ഇപ്പോൾ നിങ്ങളൊരു ഫ്രണ്ട് ഒരു കാര്യത്തിന് വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഒരു ടൂർ പോകാൻ വേണ്ടി നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ വിളിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയണല്ലോ എനിക്ക് ടൂർ വരാൻ സാധിക്കില്ല. അപ്പോൾ ആ ഫ്രണ്ട് നിങ്ങളോട് തിരിച്ച് പറയുകയാണ്, നീ അന്നല്ല അവിടെ പോകാൻ വിളിച്ചപ്പോൾ ഞാൻ വന്നില്ലേ, ഇപ്പം നീ എന്താണ് ഇവിടെ വരാത്തതെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അയാൾ നിങ്ങളെ സുഹൃത്തേ അല്ല. സീരിയസ്ലി അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നത് തിരിച്ചെന്തോ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഒരാളെ സുഹൃത്താണ് നമുക്ക് വിചാരിക്കാൻ പറ്റും? ഒരിക്കലും സാധിക്കില്ല. നമ്മളെ എങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ സുഹൃത്തെന്ന് ഞാൻ പറയും. അതായത് നിങ്ങളെ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ സുഹൃത്താണ്. തിരിച്ചും അങ്ങനെ ആയിരിക്കണം. അല്ലാതെ നിങ്ങളിപ്പോൾ ഒരാൾ സുഹൃത്തിനെ പോയിട്ട് നേരെയാക്കാൻ, നന്നാക്കാൻ, എന്തോ മഹത്തരവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു നല്ല സുഹൃത്തല്ലെന്ന് ഞാൻ പറയും. നമുക്ക് ആരെയും മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എൻ്റെ ഫ്രണ്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്നു, അവന് തിരുത്തേണ്ട ആവശ്യമില്ലേ? അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഒരു കൊലക്കേസിലെ പ്രതിയാണ്, അവന് തിരുത്തേണ്ട ആവശ്യമില്ലേ? ഉണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ അയാളെ ഒരു സുഹൃത്തായി അംഗീകരിക്കുമ്പോൾ അയാളെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കുമല്ലോ അംഗീകരിക്കുന്നത്. അപ്പം അങ്ങനെ മാറ്റാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ ക്യാരക്ടർ അയാളുണ്ടെന്ന് മനസ്സിലായാൽ നിങ്ങൾ അയാളെ സുഹൃത്താക്കാതിരിക്കുക. അല്ലാതെ ഞാൻ അയാളെ സുഹൃത്താക്കിയിട്ട് അങ്ങ് നന്നാക്കി കളയാം എന്ന് വിചാരിക്കരുത്. പൊതുവെ പലപ്പോഴും ഞാൻ കാണാറുണ്ട്, ഈ സുഹൃത്തുക്കൾ അവരുടെ ഫ്രണ്ട്സിനെ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാണത് ചെയ്യുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിനെ മാറ്റിയിട്ട് എന്ത് നേട്ടം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്? അങ്ങനെ മാറ്റാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓൾറെഡി അയാളുടെ സുഹൃത്തല്ല. കാരണം നിങ്ങൾ വേറെ ആരെയോ എക്സ്പെക്റ്റ് ചെയ്യണം അയാളിൽ നിന്ന്. അങ്ങനെ മറ്റൊരു കാര്യം നിങ്ങൾ അയാളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അയാളുടെ സുഹൃത്താവാൻ പറ്റും? അപ്പോൾ ഓബിയസ്ലി അയാൾക്ക് തിരിച്ചു ആവാൻ പറ്റില്ല. സൗഹൃദം എന്ന് പറയുന്നത് ഒരു പരസ്പര ധാരണയാണ്. അതായത് പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് മുമ്പോട്ട് പോകാനുള്ളൊരു ധാരണ. ശരിക്കും ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യം നിർണ്ണയിക്കുന്നത് കമ്പാനിയൻഷിപ്പാണ്. അതായത് ഒരുമിച്ചുണ്ടാവുക, ഒരു കൂട്ടായിരിക്കുക എന്നാണ്. അല്ലാതെ പൈസ കൊടുത്ത് സഹായിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് സഹായിക്കാനോ വേണ്ടിയിട്ടല്ല സൗഹൃദം. സൗഹൃദം സ്നേഹമാണ്. ആ സ്നേഹം അവിടെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഫ്രണ്ട്ഷിപ്പിന് പ്രാധാന്യമില്ല. അങ്ങനെ ആ ഒരു പ്രാധാന്യം കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ഒരാളെപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ നിങ്ങളുടെ സുഹൃത്തേ അല്ല. അങ്ങനെ ഒരാൾ നിങ്ങളുടെ സുഹൃത്തായിട്ട് ഒരിക്കലും കൺസിഡർ ചെയ്യരുത്. അപ്പം നിങ്ങൾ തന്നെ വിചാരിക്കും, എനിക്ക് ആകെ ഉള്ളൊരു സുഹൃത്ത് ഇവനാണ്, അപ്പോൾ ഇവനോട് ഞാൻ മിണ്ടാതിരുന്നാൽ അല്ലെങ്കിൽ ഇവളോട് ഞാൻ മിണ്ടാതിരുന്നാൽ പിന്നെ ഞാൻ ഒറ്റപ്പെട്ടു പോവില്ലേ? ഇതാണ് കുഴപ്പം. അതായത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോവും, നിങ്ങളാരും തിരിഞ്ഞു നോക്കില്ല, നോബഡി വിൽ കെയർ അബൌട്ട് യു എന്നുള്ള ചിന്ത കൊണ്ടാണ് നിങ്ങൾ ഒരാളെ ഇപ്പോഴും സഹിക്കുന്നത്, ടോളറേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ വേറൊരു സൗഹൃദം ഉണ്ടാവാത്തത്. ശരിക്കും നമ്മൾ അങ്ങനെ ഡിപ്പെൻഡൻ്റ് ആയിട്ട്, അതായത് ഇപ്പോൾ ഇയാൾ പോയാൽ എൻ്റെ ലൈഫിൽ വേറെ ഫ്രണ്ട്സ് ആരും ഉണ്ടാവില്ല, എന്നെ സ്നേഹിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഒരു അറ്റൻഷന് വേണ്ടി ഡെസ്പറേറ്റ് ആയിട്ടാണ് ആ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ല. അതും ഫ്രണ്ട്ഷിപ്പ് അല്ല. അതിന് പുറമേ തന്നെ നിങ്ങൾക്കൊരിക്കലും ഒരു നല്ല സൗഹൃദം ഉണ്ടാവില്ല. നമുക്കൊരു നല്ല സൗഹൃദം എപ്പോഴും ജീവിതത്തിൽ ആവശ്യമാണെന്ന് ഞാൻ പറയും. കാരണം ഹ്യൂമൻസ് ബേസിക്കലി ഒരു സോഷ്യൽ അനിമലാണ്. നമുക്ക് സാമൂഹികപരമായ സ്നേഹങ്ങൾ കിട്ടിയില്ലെങ്കിൽ പോലും ഒരു സുഹൃത്തിൻ്റെയോ വീട്ടുകാരുടെയോ ഒക്കെ സ്നേഹം അത്യാവശ്യമാണ്. അതില്ലാതിരിക്കാൻ സാധിച്ചാൽ വളരെ നല്ലത്. പക്ഷേ അതുള്ളപ്പോൾ അത് നല്ലതാണോ എന്ന് നോക്കിയിരിക്കുക. കാരണം പലപ്പോഴും നമ്മൾ ഫ്രണ്ട്സാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കില്ല, അവർ നമ്മുടെ ശത്രുക്കളായിരിക്കും. അവർക്ക് നമ്മൾ രക്ഷപ്പെടണമെന്ന് യാതൊരു ആഗ്രഹവും ഉണ്ടായിരിക്കില്ല. അവർക്ക് എപ്പോഴും അവരുടെ കാര്യങ്ങൾ നേടാനും നടത്താനും അവർക്ക് നിയന്ത്രിക്കാനും അവർ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് തട്ടാനും വേണ്ടിയിട്ടുള്ള ട്രാഷ് ക്യാൻ മാത്രമായിട്ടായിരിക്കും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരിക്കലും അങ്ങനെ ജീവിക്കാതിരിക്കുക. ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമുക്കപ്പോൾ വിഷമങ്ങൾ ഷെയർ ചെയ്യേണ്ടത് നിങ്ങൾ ചോദിക്കുമായിരിക്കും.
തീർച്ചയായും ഷെയർ ചെയ്യണം. അതൊരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സാണ്. അവിടെയാണ് ഗിവ് ആൻഡ് ടേക്ക് സംഭവിക്കേണ്ടത്. കുറച്ച് കാര്യങ്ങൾ പറയുക, അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കുക. പക്ഷേ അവർ പറയുന്ന കാര്യം നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്താൻ പാടില്ല. നിങ്ങൾ പറയുന്ന കാര്യം അവരുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്താൻ പാടില്ല. അവിടെയാണ് യഥാർത്ഥ സൗഹൃദങ്ങൾ സംഭവിക്കുന്നത്. സെൽഫിഷായ നേട്ടങ്ങൾക്കും ഒബ്സസീവായ നേട്ടങ്ങൾക്കും വേണ്ടി ഉണ്ടാകുന്ന സൗഹൃദങ്ങളും നിലനിൽക്കില്ല എന്ന് മാത്രമല്ല, അതൊന്നും സൗഹൃദങ്ങളെ അല്ല. സൗഹൃദമാണെന്നുള്ള തെറ്റിദ്ധാരണ മാത്രമേ അവിടെയുള്ളൂ. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആളുകൾ, യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആളുകൾ നിങ്ങൾ ആരെയാണോ അവരായി അക്സെപ്റ്റ് ചെയ്യുന്നത് ആ ആളുകളാണ്. തിരിച്ചും അങ്ങനെ ആയിരിക്കും. നിങ്ങളെ ശരിക്കും ഫ്രണ്ടായിട്ട് കാണുന്ന ഒരാൾ നിങ്ങളെ മാറ്റാനോ തിരുത്താനോ നന്നാക്കാനോ നടക്കില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡ്രഗ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അപ്പോൾ എനിക്ക് അവനെ ഉപദേശിച്ച് മാറ്റാൻ പറ്റില്ല. അവനതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും മാറ്റാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ അയാളുമായി സൗഹൃദത്തിലായപ്പോഴേ അയാൾക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു നോക്കുക. എന്നിട്ട് നിങ്ങൾ അന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായെങ്കിൽ ഇന്ന് എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല നോക്കുക. കാരണം അത് നമ്മുടെ ഇൻകൺവീനിയൻസ് കൊണ്ടാണോ നമ്മളിപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്തത്, അതോ ശരിക്കും സ്നേഹം കൊണ്ടാണോ നോക്കുക. സ്നേഹം കൊണ്ടാണെങ്കിൽ തീർച്ചയായും ആ സ്നേഹം മാത്രം മതി. യു ക്യാൻ ലെവൽ ഇറ്റ് ഔട്ട്. നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അദ്ദേഹം ആ സ്നേഹം മനസ്സിലാക്കുന്ന സമയത്ത് ശരിക്കും അത് മാറും. പലരുടെയും ഈ ഡ്രഗ് യൂസ്, ആൽക്കഹോൾ യൂസ്, ഇത്തരം കാര്യങ്ങളെല്ലാം വർദ്ധിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നല്ല സൗഹൃദങ്ങളില്ലാത്തത് തന്നെയാണ്. നമ്മൾ ഈ കൂട്ടുകൂടിയ കൂട്ടുകാരെ നമ്മളെ കൊണ്ടേ മദ്യപിച്ച് ചീത്തയാക്കും, അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. അതായത് ശരിക്കും ഉള്ളിലൊരു ഒറ്റപ്പെടൽ, എന്തോ ഒരു നഷ്ടബോധം തോന്നുന്നവരാണ് ഇത്തരം കാര്യങ്ങളിൽ അഡിക്റ്റ് ആവാൻ സാധ്യത കൂടുതലായുള്ളത്. നല്ല സുഹൃത്തുക്കൾ അവിടെ ചുറ്റുമുണ്ട്. എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന, എന്നെ ഞാനായി അക്സെപ്റ്റ് ചെയ്യുന്ന, എന്നെ മാറ്റിമറിച്ച് മഹാത്മാഗാന്ധിയാക്കാൻ ശ്രമിക്കാത്ത സുഹൃത്തുക്കൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നിയാൽ ഒരു വലിയ ആശ്വാസമാണ്. അവർക്ക് മദ്യത്തിൻ്റെ ലഹരി ഇല്ലാതെ തന്നെ കുറച്ച് ആശ്വാസം ഉണ്ടാകും. സോ ഒബിയസ്ലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നല്ല സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത സൗഹൃദമാണെന്ന് പറയും. അത് പരസ്പരം നിയന്ത്രിക്കാത്ത, പരസ്പരം നന്നാക്കാൻ ശ്രമിക്കാത്ത, എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാത്ത. വല്ലപ്പോഴൊക്കെ കുറ്റം പറയുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കളിക്കും, കളിയാക്കിയൊക്കെ പറയും. എ ഫ്രണ്ട് ക്യാൻ ടേക്ക് എ ജോക്ക് എന്ന് പറയും. ഒരു കൂട്ടുകാരനൊരു ജോക്ക് എടുക്കാനാവും. പക്ഷേ ആ ജോക്ക് നല്ലതാണോ ചീത്തയാണോ നമ്മൾ നോക്കണം. ആ ജോക്ക് ഒന്നിൽ കൂടുതൽ പറയുമ്പോൾ അദ്ദേഹത്തിന് ഹേർട്ടാവുന്നുണ്ടോ എന്ന് നോക്കണം. ഒരു കാര്യം റിപ്പീറ്റഡായിട്ട് പറയാതിരിക്കുകയെന്ന് ഞാൻ പറയും. ഇപ്പം നമ്മൾ നമ്മുടെ സുഹൃത്തിനൊന്ന് കളിയാക്കുകയാണെന്ന് വിചാരിക്കുക. നല്ലത്, കളിയാക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. ഒരു ഫണ്ണാണ്, നമ്മളൊരു ഇൻട്രാക്ഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഒരേ കാര്യത്തിൽ റിപ്പീറ്റഡ്ലി കളിയാക്കിക്കൊണ്ടിരുന്നാൽ തീർച്ചയായും അത് അബ്യൂസായി മാറും. അത് പിന്നെ കളിയാക്കലല്ല, അത് അബ്യൂസാണ്. അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു അതിർവരമ്പുകൾ ഭേദിച്ച് പോകുന്ന കാര്യമാണ്. അപ്പോൾ അത് ഒഴിവാക്കുക. നിങ്ങൾ ഒരിക്കൽ കളിയാക്കിയ ഒരു കുഞ്ഞു കാര്യം വലിയ കാര്യമായ, ഒരു വലിയ പ്രശ്നമായ അദ്ദേഹം കാണാത്തൊരു കാര്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അതേ കാര്യത്തിൽ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കളിയാക്കിക്കൊണ്ടിരുന്നാൽ തീർച്ചയായും അദ്ദേഹത്തിന് നിങ്ങളുടെ സൗഹൃദം പോകും. കാരണം ഹീ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഹേർട്ട്. അദ്ദേഹം ഹേർട്ടാവും, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. സ്വാഭാവികമായ ഒരു കാര്യമാണ് അതൊക്കെ. സാധാരണ മനുഷ്യർക്കെല്ലാം എല്ലാം ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ സൗഹൃദം എന്ന് പറയുന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണോ നോക്കുക, അതോ നേട്ടത്തിൽ അധിഷ്ഠിതമാണോ നോക്കുക. നമ്മുടെ സുഹൃത്ത് ഞാനൊരു സുഹൃത്തുണ്ട് എനിക്ക്, അദ്ദേഹവുമായിട്ട് നല്ല ബന്ധത്തിലാണ്, നമ്മൾ നല്ല സ്നേഹത്തിലാണ്. പക്ഷേ അദ്ദേഹം എപ്പോഴും മറ്റൊരാളെ സഹായിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ട് ഒരുപാട് കഷ്ടപ്പാടുള്ള എന്നെ സഹായിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ അയാളുടെ സുഹൃത്തല്ല എന്ന് ഞാൻ പറയും. കാരണം അപ്പോഴും നിങ്ങളെന്തോ പ്രതീക്ഷിച്ചു കൊണ്ടാണ് ആ സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അയാൾ നിങ്ങളെ ഈക്വലായി സുഹൃത്തായി കാണുന്നത് കൊണ്ടാണ് ഒരു ഔദാര്യത്തിനുള്ള ഒരു കാറ്റഗറിയിൽ നിങ്ങളെ കൊണ്ടുവരാത്തത്. മറ്റൊരാൾക്കത് വേണമെന്ന് തോന്നി അദ്ദേഹം ചെയ്യുന്നതാവാം, ഒരു പോസിബിലിറ്റിയാണ് പറയുന്നത്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ സൗഹൃദം നന്നാക്കിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്കറിയാം ഓബിയസ്ലി ഒരുപാട് പേർ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഞാനിങ്ങനെയൊക്കെ ആവണം എന്നാണ് ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് സൗഹൃദം വേണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെയല്ല, അവരെന്നോട് ഇങ്ങനെയല്ല പെരുമാറുന്നത്. നോക്കൂ, നമ്മളങ്ങനെ പെരുമാറുക, അത് നമ്മളങ്ങനെ പെരുമാറുകയും നമ്മളങ്ങനെ ഡീൽ ചെയ്യുകയും ചെയ്യുക. അതിനോടൊപ്പം അവർക്ക് പോകാൻ സാധിച്ചാൽ നല്ലത്. പോകാൻ സാധിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്ന് ഞാൻ പറയും. അവർ സ്വാഭാവികമായി നിങ്ങളായിട്ടിരിക്കുമ്പോൾ അവർ തീർച്ചയായും ഒഴിവായി പോകും. നിങ്ങൾ അവർക്ക് വേണ്ടി വളയാൻ പോയി കഴിഞ്ഞാൽ അവർ പറയുന്ന ടോക്സിക് ആയിട്ടുള്ള അബ്യൂസുകളൊക്കെ ഏറ്റെടുത്ത് കൂടെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ പലരും നിൽക്കുകയുള്ളൂ. അത് നിൽക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ അവർ ഓബിയസ്ലി നിങ്ങളെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് വേർപെട്ട് പോവും. അതൊരു സാധാരണ സംഭവമാണ്. പിന്നെ നമ്മളൊരു നല്ല സുഹൃത്താണെങ്കിൽ, നിങ്ങൾ സ്വയം ഒരു നല്ല സുഹൃത്താണെങ്കിൽ, നല്ല സുഹൃത്ത് എന്ന് പറയുന്നത് എപ്പോഴും കൂടെയുള്ള ആളെ കുറ്റം പറഞ്ഞ് അബ്യൂസ് ചെയ്തിട്ട് എപ്പോഴെങ്കിലും വേറെ എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. കാരണം പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾക്ക്
എന്തെങ്കിലും സഹായത്തിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരിക്കും. മനുഷ്യരല്ലേ, എല്ലാവർക്കും എല്ലാം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ചിലർക്ക് ചില കുറവുകളുണ്ടാകും. നമ്മൾ ആ കുറവ് നികത്തുമായിരിക്കും, ഫിനാൻഷ്യലായാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിയായാലും. പക്ഷേ ആ കുറവ് നമ്മൾ നികത്തിയിട്ട് നമ്മൾ വേറൊരു ആസ്പെക്റ്റിൽ അവരെ എപ്പോഴും അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അയാളുടെ സുഹൃത്തല്ല. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നിങ്ങൾക്കോ അയാൾക്കോ ഒരു നേട്ടം ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് തീർച്ചയായും ഉപദ്രവവും ഉണ്ടാവും. സോ ബേസിക്കലി സ്നേഹം എന്ന് പറയുന്നത് ആദ്യം സൗഹൃദത്തിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് ഞാൻ പറയും. കാരണം ഒരു നല്ല സുഹൃത്താവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും ജീവിതത്തിൽ സ്നേഹിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. സോ നിങ്ങളൊരു നല്ല സുഹൃത്താണോ സ്വയം നോക്കുക, ആവാൻ സാധിച്ചാൽ വളരെ നല്ലത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളെപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അത് നിങ്ങളുടെ വീട്ടുകാരായാൽ തന്നെ. താങ്ക് യു.